ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പഠിച്ചറിഞ്ഞ് പാലിച്ച് ജീവിതത്തെ കുറെ കൂടി ചിട്ടപ്പെടുത്തുവാനും മെച്ചപ്പെടുത്തുവാനും ശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. പരിശുദ്ധമായ ഒരു മാസം നമ്മളോട് വിട പറയുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം അല്ലാഹ് അനുഗ്രഹിച്ചാൽ നമുക്കതിൽ ജീവിക്കാനാവും. അതിൻ്റെ മഹാഭൂരിഭാഗവും നമ്മൾ പിന്നിട്ട് കഴിയും. കുറേയേറെ അമലുകൾ, നോമ്പ്, നമസ്കാരങ്ങൾ, സദഖകൾ, സക്കാത്ത് അങ്ങനെ തുടങ്ങി ഒട്ടേറെ ഇബാദത്തുകൾ ഒരുമിച്ച് നമ്മൾ ചെയ്ത ദിനരാത്രങ്ങളാണ് കഴിഞ്ഞുപോയത്. വരാനുള്ള ഏതാനും മണിക്കൂറുകൾ അതിലേറെ വിലപ്പെട്ടതാണ്. ഇസ്തിഗ്ഫാറിൻ്റെ, പാപമോചനത്തിൻ്റെ, തൗബയുടെ സെക്കൻഡുകളാണ് ഓരോന്നും കടന്നു പോകുന്നത് എന്ന ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുക. ലോകത്തെ എല്ലാ പള്ളികളും നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു ദിനമാണിന്ന്. പലപ്പോഴും ആ ഒരവസ്ഥ ഒരു ജുമായിൽ കാണണമെങ്കിൽ ഒരു കൊല്ലം ഇനി ഇതുപോലെ കാത്തിരിക്കേണ്ടിയും വരും. പല പള്ളികളുടെയും അവസ്ഥ അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് കിട്ടുന്ന അസുലഭമായ ഈ മുഹൂർത്തങ്ങളെ വേണ്ടി വിചാരമില്ലാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞാലുണ്ടാകാവുന്ന സങ്കടകരമായ അവസ്ഥ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആമീൻ പറഞ്ഞ, അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും ഇടവരുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാതിരിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കുറ്റങ്ങൾ ചെയ്തു പോകുന്നവരാണ് എല്ലാവരും. സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണത്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ വേർതിരിച്ചു നിർത്തിയാൽ പ്രവാചക തിരുമേനി അങ്ങനെ ഉണ്ടാകുമെന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. കുല്ലു ഇബ്നു ആദമിൻ ഖത്താഉൻ. എല്ലാ മനുഷ്യർക്കും പിഴവുകൾ സംഭവിക്കും, പിഴവുകളുണ്ടാകും. അങ്ങനെ പിഴക്കാത്ത ഒരാളുമില്ല ദുനിയാവിൽ എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അതൊരു സ്വാഭാവികമായ, അങ്ങനെയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിനെ സൃഷ്ടിക്കുകയും നമുക്ക് റൂഹ് നൽകുകയും എന്നിട്ട് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്ന ആയത്തിന് തൊട്ടു മുമ്പിൽ അൽഹമഹ ഫുജൂറഹ വ തഖ്വഹ എന്നൊരായത്തുണ്ട്. ഓരോരുത്തരുടെയും മനസ്സിനകത്ത് തിന്മയുടെ ഭാവങ്ങളുമുണ്ട്, നന്മയുടെ ഭാവങ്ങളുമുണ്ട്. ഇത് രണ്ടും മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നൻ നഫ്സ് ലഅമ്മാറത്തും ബിസ്സൂ, ആ മനസ്സ് നിരന്തരം നമ്മളോട് കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അരുതായ്മകൾ ചെയ്യാനായിരിക്കും. വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ,
മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആയിട്ടാണ് ആ പരാമർശം വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നത്. ഇത് തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. ആ അവസ്ഥയിൽ അമ്മാറത്തും ബിസ്സൂ, ആ മനസ്സിനെ നിരീക്ഷിക്കാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടായാൽ, ഒരു കഴിവ് നമ്മൾ നേടിയെടുത്താൽ അവിടെ നമ്മൾ വിജയിക്കാൻ തുടങ്ങും. ജീവിതത്തിലെ മഹാദോഷങ്ങളിൽ നിന്ന്, വൻ പാപങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയവരാണ് ഞാനും നിങ്ങളും. വലിയ ദോഷങ്ങൾ, അല്ലാഹു സബൂൽ മുബിഖാത്തായി പറഞ്ഞ വൻ ദോഷങ്ങൾ വല്ലാതെയൊന്നും ജീവിതത്തിൽ സംഭവിച്ചവരല്ല എൻ്റെ മുമ്പിലുള്ളവർ. വലിയ രക്ഷ അതിൽ നമ്പർ 1 അശ്ശിർക്ക് ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ജീവിക്കാനായി എന്നതാണ് വലിയ ഭാഗ്യം. അതിന് നമ്മൾ നന്ദി കാണിക്കേണ്ട അവസ്ഥയുണ്ട്. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ചെറുപാപങ്ങളാണ്. ഒരു അണുമണി തൂക്കമാണ് ആ തിന്മയെങ്കിലും അതിൻ്റെ കുറ്റം പരലോകത്ത് കാണേണ്ടി വരും. വലിയ തിന്മകൾ ചെയ്യാതെ മാറി നിൽക്കുന്ന ആളുകൾ ചെറിയ തിന്മകളാണെന്ന് പോലും മനസ്സിലാക്കാതെ പോകുന്നതാണ് നമ്മെപ്പോലെയുള്ള സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അനസ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്നു, ഇന്നക്കും ലതഅലമൂന അഅമാലൻ ഹി അദഖ് ഫി അയ്യുനികും മിന ശഅർ. നിങ്ങളൊരു രോമത്തിൻ്റെ വില പോലും കൽപ്പിക്കാത്ത ചെറിയ അമലുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, തിന്മകൾ. അത് തിന്മയാണെന്ന് പോലും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അത് തിന്മയുടെ ഗണത്തിൽ എണ്ണുന്നുമില്ല. ഞങ്ങളത് പ്രവാചകന്റെ കാലത്തിൽ ഇന്നാ കുന്നാ നഅുദുഹാ അലാ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മൂബിഖാത്ത്, വലിയ തെറ്റായിട്ടായിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഞങ്ങളതിനെ എണ്ണിയത്. ഈ ഹദീസ് മനസ്സിലാവണമെങ്കിൽ മുതിർന്ന തലമുറ പഴയ കാലത്തേക്ക് പോവുക. നമ്മളിന്ന് അങ്ങാടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ നമ്മുടെ വീടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കാഴ്ചകൾ നമ്മളുടെ കുട്ടിക്കാലത്ത് വലിയ തെറ്റായിരുന്നു. ആ വലിയ തെറ്റുകൾ തെളിഞ്ഞു മാഞ്ഞു പോയി അതത്ര പ്രശ്നമൊന്നുമല്ലാത്ത അവസ്ഥയിൽ നമ്മുടെയും നമ്മുടെ ഭാര്യമാരുടെയും നമ്മുടെ പെൺമക്കളുടെയും ഒക്കെ വേഷവിധാനത്തിലേക്കും സംസ്കാരങ്ങളിലേക്കും ഒക്കെ കയറി വന്നു. നമ്മളുടെ ഇടപാടുകളിൽ, നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിലൊക്കെയും ഈ സംഗതികൾ പണ്ട് വളരെ തെറ്റാണ് എന്ന് വിചാരിച്ചിരുന്ന സംഗതികൾ ഇപ്പം അത്ര തെറ്റല്ല എന്ന ഒരു ലാഘവബുദ്ധിയിലേക്ക് പോയി. അങ്ങനെയുണ്ടാകും. അതാണ് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഒരടിമ തെറ്റ് ചെയ്യുന്നവൻ ആയിക്കൊണ്ടേയിരിക്കും. അതവൻ നിസ്സാരവൽക്കരിക്കുന്ന അവസ്ഥയുണ്ടാകും. ആ നിസ്സാരവൽക്കരിക്കുന്ന അവസ്ഥയിലും പക്ഷേ പടച്ച തമ്പുരാൻ അത് നിസ്സാരമായി കാണണം എന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈമാനുള്ള ആളുകൾക്ക് ഈമാനിൻ്റെ ലദ്ദത്ത് അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നത്, ഈമാനിൻ്റെ ഹലാവത്ത് മാധുര്യം ആസ്വദിക്കാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. രോഗമുള്ള ഒരു മനുഷ്യന് അയാളുടെ വായിലേക്ക് വെക്കുന്ന വളരെ മധുരമുള്ള സംഗതികൾക്ക് പോലും ആ മധുരം അനുഭവിക്കാൻ കഴിയുന്നില്ല. രോഗാവസ്ഥയാണ് അതിന് കാരണം. പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളുടെ മാധുര്യം അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും എന്നത് അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണല്ലോ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അടിക്കടി പാപങ്ങൾ ചെയ്തു പോകുന്ന മനുഷ്യനെ, പാപങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനെ എഴുതിത്തള്ളുകയല്ല പടച്ച തമ്പുരാൻ, എഴുതിത്തള്ളുകയല്ല. നമ്മളും എഴുതിത്തള്ളരുത് എന്ന് നമ്മളോട് കൽപ്പനയുമുണ്ട്. പാപം ചെയ്തു പോയ ആളുകൾക്ക് ഒരുപാട് അവസരങ്ങൾ, അതിൽ ഏറ്റവും സുന്ദരമായ അവസരമാണ് ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയും. നമ്മൾ കാത്തിരിക്കുന്ന രാവ് കഴിഞ്ഞുപോയി എന്ന് വിചാരിക്കാതെ ഇനിയുള്ള രാവുകളാണ് എന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങളും ജീവിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം മാർഗങ്ങൾ അല്ലാഹു പറഞ്ഞു. അതിലൊന്നാണ് ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നമ്മൾ ചെയ്തു പോയ ദോഷങ്ങളെ, ദുഷ്കർമ്മങ്ങളെ മായ്ച്ചു കളയും, പോക്കിക്കളയും. ദഹബ അദ്ഹബ യുദ്ഹിബുന സയ്യിആത്ത് والذين آمنوا وعملوا الصالحات لنكفرن عنهم سيئاتهم ولنجزينهم أحسن الذي كانوا يعملون. മറ്റൊരായത്തിൽ അഅ്മാലു സ്വാലിഹാത്തുകൾ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തു പോയ തിന്മകളെ അല്ലാഹു മായ്ച്ചു കളയും, അതിനെ ഇല്ലാതെയാക്കും.
എന്നിട്ട് അവർക്ക് നന്മ പ്രതിഫലമായി നൽകും. വല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി ലഹും മഗ്ഫിറത്തും വറിസ്ഖുൻ കരീം. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് മഗ്ഫിറത്തുണ്ട്. ചിലപ്പോൾ നമ്മൾ ചോദിക്കാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരും. ശിർക്ക് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടെങ്കിൽ മാത്രം കൊടുക്കുന്നതായി അല്ലാഹു മാറ്റിവെക്കുക. ബാക്കിയുള്ള ദുശ്ചെയ്തികളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പുറത്തു കൊടുക്കുകയും മഗ്ഫിറത്തും വറിസ്ഖുൻ കരീം, മാന്യമായ രൂപത്തിൽ മാന്യമായ നിലയിലുള്ള റിസ്ഖ് അയാൾക്ക് നൽകുകയും ചെയ്യും. ജീവിതോപാധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാന്യമായി നൽകും. മാന്യമായ ജീവിത രീതിയില്ലെന്ന് ആക്ഷേപം പറയുന്ന ആളുകളുണ്ടെങ്കിൽ സ്വന്തത്തോട് അവർ ആലോചിക്കേണ്ടത് അഅ്മാലു സ്വാലിഹാത്തുകൾ ജീവിതത്തിൽ കുറവാണ് എന്നായിരിക്കും. അഅ്മാലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സുന്ദരമായ ഒരു സ്വസ്ഥമായ ജീവിതം വലനുഹ്യിയന്നഹും ഹയാത്തൻ ത്വയ്യിബത്തൻ ഹയാത്തൻ ഹസനത്തൻ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മളതാ പ്രാർത്ഥിക്കുന്നത്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വആമനൂ ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ് മിർ റബ്ബിഹിം കഫറ അൻഹും സയ്യിആതിഹിം വഅസ്ലഹ ബാലഹും. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അല്ലാഹുവിന്റെ തിരുദൂതർക്ക് അവതരിപ്പിക്കപ്പെട്ടത് സത്യമാണെന്ന് അംഗീകരിക്കുകയും ചെയ്താൽ വഹുവൽ ഹഖ് മിർ റബ്ബിഹിം, അത് റബ്ബിൽ നിന്ന് വന്ന യാഥാർത്ഥ്യമാണ്, ഹഖാണ് എന്ന് ഉൾക്കൊള്ളുകയും ചെയ്താൽ കഫറ അൻഹും സയ്യിആതിഹിം, അതുവഴി അല്ലാഹു അവരുടെ സയ്യിആത്തുകളൊക്കെ പുറത്തു കൊടുക്കും. വഅസ്ലഹ ബാലഹും, അവരുടെ ജീവിതത്തെ അല്ലാഹു നന്നാക്കിയെടുക്കും. ഇതൊക്കെ വിശ്വാസികൾക്കുള്ള ലഭിക്കുന്ന അള്ളാഹുവിന്റെ കിതാബ് നൽകുന്ന ഓഫറുകളാണ്. അള്ളാഹുവിൻ്റെതാണ് ഈ വാഗ്ദാനങ്ങൾ. അതൊരിക്കലും ലംഘിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് നമ്മൾ ഇത്തരം സംഗതികളിലൂടെ വേണം ആലോചനകൾ പോകാൻ. അള്ളാഹു സത്യവിശ്വാസിയായ ഒരാൾ അയാളുടെ വിശ്വാസം കാരണം അള്ളാഹുവിലേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തി അടുപ്പിച്ച് നിർത്തിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇന്നല്ലാഹ യുദ്നി അൽ മുഅ്മിൻ ഫയളു അലാ കനഫ് വയസ്തുറുഹു ഫയഖൂലു അതാരിഫ് ദംബ കദാ അതാരിഫ് ദംബ കദാ ഫയഖൂൽ നഅം അയ റബ്ബ്. നീ ഇന്നാലിന്റെ സ്ഥലത്ത് വെച്ച് ഇന്നാലിന്റെ തെറ്റുകുറ്റങ്ങൾ ചെയ്തു നിനക്ക് ഓർമ്മയുണ്ടോ? അത്തദ്കുർ. എണ്ണി അള്ളാഹു ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഈ അടിമ പറയും, ഉണ്ട്, നഅം അയ റബ്ബ്. ഹത്താ ഇദാ ഖററഹു ബിദുനൂബിഹി വറഅ ഫീ നഫ്സിഹി അന്നഹു ഹലക്. അങ്ങനെ വിചാരണയിൽ രക്ഷയില്ല എന്ന് അയാൾക്ക് സ്വയം ബോധ്യമാകുന്ന ഒരു അവസ്ഥ വരുന്നു. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയായി ഈ മനുഷ്യനോട് പറയുന്നു, സതർതുഹ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ നീ ചെയ്ത ഈ തിന്മകളെ ഞാൻ ആളുകളറിയാതെ മറച്ചു പിടിച്ചു. ഈ ഒരു ഭാഗം വിശ്വാസികളായ ആളുകളോട് മറ്റൊരു രൂപത്തിൽ അള്ളാഹുവിൻ്റെ മതം അനുശാസിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന തിന്മകളെ ആരും അറിയാതെ സംരക്ഷിക്കുന്നുണ്ട്, രഹസ്യമായി ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളതെന്തിന് പുറത്തു പറയാൻ പോകുന്നു? മുജാഹറ എന്നാണ് അതിൻ്റെ അറബി വാക്ക്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ പിന്നെ നിങ്ങൾ പാപികളായി തുറന്നു പോകും. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരവസ്ഥയും ചെറിയ തിന്മകളെ പർവ്വതീകരിച്ച് അത് വലിയ ഹൈലൈറ്റായിട്ട് ആളുകൾ ഇങ്ങനെ ആഘോഷിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. തിന്മകൾ സംഭവിച്ചു പോയാൽ അത് നിങ്ങൾ മറച്ചു പിടിക്കുക. മറ്റൊരുത്തിൻ്റെ തിന്മകൾ നിങ്ങൾ അറിയാനിടയായാൽ അത് നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുക. തിന്മകളെ സമൂഹത്തിൽ നിങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് ഒരു നല്ല സമൂഹത്തിന് യോജിച്ചതല്ല, മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിക്കൂടാത്തൊരു സംഗതിയുമാണ്. അള്ളാഹു പറയുന്നു, സതർതുഹാലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ അത് മറ്റുള്ളവരിൽ നിന്ന് ഞാൻ ഒളിപ്പിച്ചു വെച്ചു. വനഅഫിറുഹാ ലകൽ യൗം, ഇന്നേ ദിവസം അത് മുഴുവനും ഞാൻ നിനക്ക് പുറത്തു തരുന്നു. എന്നിട്ട് നന്മയുടെ ഏടുകൾ കയ്യിൽ കൊടുക്കുന്നു. എന്നാൽ കാഫിറും മുനാഫിഖുമാണ് ഈ അവസ്ഥയിൽ ചെല്ലുന്നത് എങ്കിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം അവിടെയാണ്. കാഫിറാണ് ചെല്ലുന്നത് എങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസികളുടെ സമൂഹത്തിൽ വിശ്വാസിയായി അഭിനയിക്കുന്ന മുനാഫിഖാണ് ചെല്ലുന്നതെങ്കിൽ ഫയഖൂലുൽ അഷ്ഹാദ്, സാക്ഷികളായ ആളുകൾ വിളിച്ചു പറയും, ഹൗലാഇ അല്ലദീന കദബൂ അലാ റബ്ബിഹിം, ഇവർ റബ്ബിൽ കളവാക്കിയ ആളുകളാണ്. അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ. അല്ലാഹു പറയുന്നു, പ്രവാചകൻ
അത്തരം അക്രമികൾക്ക് അള്ളാഹുവിൻ്റെ ലഅനത്ത്, ശാപമുണ്ടാകുമെന്ന്. അതുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകൾ അഅ്മാലു സാലിഹാത്തുകൾ നിരന്തരം ചെയ്യണം. അഅ്മാലു സാലിഹാത്തുകൾ ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്ക് പിശുക്കാണ്. നമ്മൾ അഅ്മാലു സാലിഹാത്തിന്റെ വിഷയത്തിൽ പിന്നിലാണ് എന്ന് ഇപ്പൊ റമദാൻ വന്നപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുക. ഈ റമദാനിൽ ചെയ്യുന്ന ഈ അഅ്മാലു സാലിഹാത്തുകൾ സക്കാത്താണ് മാറ്റിച്ചോളൂ, കൊല്ലത്തിലൊരിക്കൽ ചെയ്താൽ മതി. ബാക്കി നമ്മൾ ചെയ്യുന്ന ഈ അഅ്മാലു സാലിഹാത്തുകൾ എന്താ ശവ്വാൽ മുതൽ പിന്നീട് ശഅബാൻ തീരുന്നത് വരെ പാടില്ലാത്തതാണോ? അല്ല. അവസരമില്ലാഞ്ഞിട്ടാണോ? അതുമല്ല. പിന്നെ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? അങ്ങനെ ഒരു ചർച്ച മനസ്സിലുണ്ടാവണം. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും ജിഹാദിൽ ഏർപ്പെടണം. ജിഹാദ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമം എന്നാണ് അതിനർത്ഥം. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഈ അഅ്മാലു സാലിഹാത്തുകൾ തുടർത്തിക്കൊണ്ടുപോകണം. ദാലികും ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ അതാണ് നല്ലത്. എന്താ അതിന്റെ ഫലം? യഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കുറ്റങ്ങളും അല്ലാഹു പുറത്തു തരും. വയുദ്ഖിൽകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വമസാകിന തയ്യിബതൻ വമസാകിന തയ്യിബ ഫീ ജന്നാത്തി അദ്ൻ. സ്വർഗ്ഗത്തോപ്പിൽ നിങ്ങൾക്ക് നല്ല നല്ല വാസസ്ഥലങ്ങൾ, ഭവനങ്ങൾ അല്ലാഹു തരും. നിങ്ങളുടെ ഈ പാപങ്ങൾ പുറത്തു കിട്ടും എന്നത് തന്നെ അതിൻ്റെ വലിയൊരു സംഗതിയാണ്. അതിന് തഖ്വയുണ്ടാകണം. തഖ്വയുണ്ടെങ്കിൽ മാത്രമേ അഅ്മാലു സാലിഹാത്തുകൾ ഉണ്ടാവൂ. തഖ്വയുടെ കുറവ് നമ്മൾ എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കണം. അതിന് പറ്റിയ നാളുകളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. തഖ്വയെക്കുറിച്ചുള്ള, സൂക്ഷ്മതയെക്കുറിച്ചുള്ള, അള്ളാഹുവിൻ്റെ നരകത്തെക്കുറിച്ചുള്ള, പേടിയെക്കുറിച്ചുള്ള എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്ത് എന്ന് ഹസിബു ഖബ്ല അൻ തുഹസബു. നിങ്ങൾ വിചാരണ നടത്തണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ൽ അലീം. നിങ്ങൾ തഖ്വയുള്ളവരാകുക. 2 പ്രാവശ്യം ആയത്തിൽ നിങ്ങൾക്ക് അല്ലാഹു എല്ലാം വിട്ടുവീഴ്ച ചെയ്തു തരും, പുറത്തു തരും. അതാണ് അല്ലാഹു. മറ്റൊരു പുറത്തു തരണമെങ്കിൽ ഉണ്ടാവേണ്ട വല്ലാത്തൊരു ഗുണം ക്ഷമയാണ്. ക്ഷമ. മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാനുള്ള ഹൃദയവിശാലതയാണ് നമ്മൾ ക്ഷമ എന്ന് വിളിക്കുന്നത്. നമ്മൾ വല്ലാതെ പരീക്ഷിക്കപ്പെടുമ്പോൾ അതിൽ മനസ്സ് വെറിയിടാവാതെ, അതിൽ പിടുത്തം വിട്ടു പോകാതെ നോക്കാനുള്ള കൺട്രോളിനെയാണ് നമ്മൾ ക്ഷമ എന്ന് വിളിക്കുന്നത്. ആ ക്ഷമയുണ്ടാവണം. ഇല്ലല്ലദീന സബറു വഅമിലു സ്വാലിഹാത്ത് ഉലൈക ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ഈ ഒരവസ്ഥയിൽ പരീക്ഷണങ്ങൾ എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിലപാടാണ് എന്നും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, മായുസീബുൽ മുസ്ലിം മിൻ നസബിൻ വല വസബിൻ വല ഹമ്മിൻ വല ഹുസ്നിൻ വല അദൻ വല വമ്മിൻ ഹത്ത ശൗകത യുശാകുഹ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. ഒരുപാട് പദങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ ഹദീസ് പറയാ. നസബ്, വസബ്, ഹമ്മ്, ഹുസ്ന്, അദൻ, രോഗം, പ്രയാസം, മനക്ലേശം, ദുഃഖം, എടങ്ങേറ്, മറ്റുള്ളവരിൽ നിന്നുണ്ടാകാവുന്ന ഉപദ്രവങ്ങൾ, പിന്നെ എന്താ പറയുക, സ്ട്രെസ്, എല്ലാം ഹത്ത ശൗകത യുശാകുഹ. നിങ്ങളുടെ കാലിൽ തറക്കുന്ന ഒരു മുള്ളു പോലും, അതിനൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പാപം പൊറുത്തിട്ടല്ലാതെ ഉണ്ടാവുകയില്ല. പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമായി അള്ളാഹു എണ്ണുന്നു അതൊക്കെ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എന്ന് നന്നായി മനസ്സിലാക്കുകയും ആദ്യം വൻ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. വൻ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വൻ പാപങ്ങൾ എന്നിടത്ത് ഈ 7 എണ്ണം മാത്രമല്ല ഉള്ളത്. അതിൽ ഉഖൂഖുൽ വാലിദൈനിയുണ്ട്, അയൽവാസിയായ പെണ്ണിനെ വ്യഭിചരിക്കുന്നതുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ വ്യഭിചാരവും മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നതും ഒക്കെയും ഈ കബായിറുകളുടെ ലിസ്റ്റിലാണുള്ളത്. അങ്ങനെ കുറേ എണ്ണമുണ്ട്. ഈ കബായിറുകളിലേക്ക് ചെന്നുപെടാതെ നോക്കണം. മോശമായ കാലാവസ്ഥയിലൂടെ നമ്മൾ ജീവിച്ചു പോകുന്നു. തെറ്റിലേക്ക് പോകാനുള്ള അവസരങ്ങൾ മാത്രമാണ് മുമ്പിലുള്ളത്. വളരെയേറെ കരുതലോടെ, അങ്ങേയറ്റത്തെ കരുതലോടെ ജീവിച്ചില്ലെങ്കിൽ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ മുങ്ങിത്താവാനുള്ള അവസരങ്ങൾ മാത്രമാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ മുഴുവനായിട്ടുമുള്ളത്.
അതുകൊണ്ട് നമ്മൾ ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും, കബായിർ എന്ന് അള്ളാഹുവിന്റെ മതം പറയുന്ന വൻ പാപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനായാൽ ബാക്കിയുള്ളതൊക്കെ അള്ളാഹു പുറത്തു തരും. നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട സംഗതികളാണത്. ഈ കൂട്ടത്തിൽ നിന്നാൽ ഞാൻ പിഴച്ചു പോകുമെന്ന് തോന്നിയാൽ പ്രിയപ്പെട്ടവരെ, ആ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കണം. ഈ സുഹൃത്തുക്കൾ എന്നെ കബായിർ ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്ന് ബോധ്യം വന്നാൽ ആ സുഹൃത്ത് വലയത്തെ വലിച്ചെറിയണം. ഈ റൂട്ടിലൂടെ പോയാൽ ഞാൻ തെറ്റ് ചെയ്ത് തിരിച്ചു വരൂ എന്ന് ബോധ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കണം. ലോകത്തുള്ള മുഴുവൻ സംഗതികളിലും എൻ്റെ വക, എൻ്റെ പ്രാതിനിധ്യം വേണം, എൻ്റെ പ്രസൻസ് വേണം എന്ന് വിചാരിക്കരുത്. അതല്ല ഈ സാമൂഹിക ജീവിതം എന്ന് പറയുന്നത്. സാമൂഹിക ജീവിതത്തിൽ നമുക്ക് പോകാവുന്നതിനൊരറ്റമുണ്ട്. ആ പോകാവുന്ന അറ്റം വരെ പോയിക്കോളൂ. അതിനപ്പുറത്തേക്ക് ചെന്നാൽ അവിടെ ഹറാമുകളുടെ സംഭവങ്ങളാണ് ഉണ്ടാവുക എങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കാനുള്ള തൻ്റെ ഇടമാണ് തഖ്വ എന്ന് പറയുന്നത്. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സൂക്ഷിക്കേണ്ടത്. എല്ലായിടത്തും എൻ്റെ വക മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഅ തുർക്കുഹു മാ ലാ യഅനിഹി. ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ വശം എന്ന് പറയുന്നത് തുർക്കുഹു മാ ലാ യഅനിഹി, ഞാൻ ആവശ്യമില്ലാത്തിടത്ത്, എനിക്ക് കാര്യമില്ലാത്തിടത്ത്, ഞാൻ അഭിപ്രായം പറയേണ്ടതില്ലാത്തിടത്ത് ഞാൻ അഭിപ്രായം പറയാതിരിക്കലും, എന്റെ സാന്നിധ്യം ആവശ്യമില്ലാത്തിടത്ത് ഞാൻ ചെല്ലാതിരിക്കലും, എനിക്ക് എന്നെ ബാധിക്കാത്തതിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കലുമാണ്. ദാറ്റ് ഈസ് നോട്ട് മൈ ബിസിനസ് എന്ന് നമ്മൾ വാക്കിലുള്ളതൊക്കെ പറയാറുണ്ടല്ലോ. എൻ്റെ കാര്യമല്ലത്, എനിക്കതിൽ ഒരു റോളുമില്ല, ഞാനില്ലടോ എന്നൊന്ന് പറഞ്ഞോളൂ സ്നേഹത്തോടെ. ഈ ഞാനില്ലടോ എന്ന് പറയുന്നത് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർആണ്. റമളാൻ കഴിയുന്നതോടുകൂടി ഈ ഉള്ള എല്ലാ ബന്ധങ്ങളും, ഈ എല്ലാ കെട്ടുകളും പൊട്ടിച്ചെറിയാനുള്ളതല്ല എന്ന് വളരെ ഗൗരവബുദ്ധിയ സൂചിപ്പിക്കുകയാണ്. തൗബ തന്നെയാണ് മാർഗം. ഇല്ലാ മൻ താബ വആമന വഅമില സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. എത്ര മനോഹരമാണ് ഈ ആയത്ത്. തിന്മയുടെ കൂമ്പാരം കയ്യിലുള്ള മനുഷ്യൻ ആ തിന്മയുടെ കൂമ്പാരം മുമ്പിൽ വെച്ച് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു, തൗബ ചെയ്യുന്നു. അള്ളാഹു ആ തൗബ സ്വീകരിക്കുന്നു. ഈ തിന്മയുടെ കൂമ്പാരങ്ങൾ അങ്ങനെ തന്നെ നന്മയുടെ കൂമ്പാരങ്ങളായി യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ഇതാണ് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന പടച്ച തമ്പുരാൻ. ക്രൂരനല്ല ഒരിക്കലും. അള്ളാഹുവിന്റെ റഹീം എന്നൊരു സിഫത്തുണ്ടല്ലോ. ആ റഹീം എന്നൊരൊറ്റ സിഫത്ത് പഠിച്ചാൽ മതി. പിന്നെ അള്ളാഹുവിനെ തള്ളിപ്പറയില്ല ഒരാളും. ഒരിക്കലും അള്ളാഹു അല്ലാത്തവർ ഒഴിച്ചു പ്രാർത്ഥിക്കുകയുമില്ല. 99% അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കാരുണ്യത്തെ അവിടെ വെച്ചിരിക്കുന്നു. 1% മാത്രം ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുന്നു. ആ 1% കൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകത്തെ അവസാനത്തെ മനുഷ്യർ വരെ അവർ ഈ കാരുണ്യങ്ങൾ സഹജീവികളോടൊക്കെ കാണിക്കുന്നത്, മൃഗങ്ങൾ കാണിക്കുന്നത്, പക്ഷികൾ കാണിക്കുന്നത്. അപ്പൊ അതിന്റെ 99% ഇരട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചത് തെറ്റിപ്പോയ പാപികളായ തന്റെ അടിമകൾക്ക് പാപങ്ങൾ പുറത്തു കൊടുത്ത് അവരെ സ്വർഗത്തിലാക്കാൻ വേണ്ടിയാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശരായി കൂടാ എന്ന് പറയുന്ന അതാണ്. അതുകൊണ്ട് തിന്മകൾ ഉണ്ടാകും. ആ തിന്മകൾ ചെയ്താൽ ജീവിതത്തെ പുതുക്കിപ്പണിയാൻ, മാറ്റിപ്പണിയാൻ തയ്യാറാവണം. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. നസൂഹായ തൗബ ഉണ്ടാവണം. അതിന് ചില ഷർത്തുകളുണ്ട്. ഒന്ന്, അതിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്ന് പിന്മാറണം. ചെയ്തുപോയി എന്ന സങ്കടം ഉണ്ടാവണം. ഇതൊന്നും നേരത്തെ പറഞ്ഞ അവസ്ഥയില്ലാതിരിക്കണം. നേരത്തെ പറഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്തു, അതിങ്ങനെ പറഞ്ഞു നടന്നു, എന്നിട്ട് അതിന് ഊറ്റം കൊള്ളുന്ന അവസ്ഥയാണെന്നുള്ളത്. എടാ ഞാൻ അങ്ങനെ ചെയ്തു, ഒരിക്കലും അത് പുറത്തു വരില്ല, ഇനി ഞാൻ തിരിച്ചു പോകില്ല എന്ന ഒരു തീരുമാനമെടുക്കണം. മറ്റുള്ളവരോടാണ് തിന്മ ചെയ്തു പോയതെങ്കിലോ, അത്തഹല്ലുൽ മിൻ സാഹിബിൽ ഹഖ് ഔ ഇതാഉ ഹഖഹു, അയാൾക്ക് അയാളുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കണം. ക്രിയാത്മകമാവണം തൗബ എന്ന് പറയുന്ന സാധനം. എങ്ങനെയാണ് അത് ക്രിയാത്മകമാകുന്നത്? നമ്മൾ ആരോടെങ്കിലും ദ്രോഹം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല.
അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ പറഞ്ഞ ഒരു കാര്യം അള്ളാഹു സ്വീകരിക്കുക. നമ്മുടെ തെറ്റ് മനസ്സിലാക്കി നാം ചെയ്ത ദ്രോഹപ്രവർത്തികളുടെ കുറെ അധികം മടങ്ങ് നന്മ ചെയ്യാം. വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ ഇപ്പൊ സ്നേഹിക്കണം. എന്താണോ ചെയ്ത തെറ്റ് അതിൻ്റെ നേരെ വിപരീതമുണ്ടാകും നന്മ. ആ നന്മകൾ അങ്ങനെ ചെയ്തോളൂ. പാറയേക്കാൾ കഠിനമായ ഹൃദയത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പാറയേക്കാൾ കട്ടിയുള്ള ഹൃദയത്തോടു കൂടി നമ്മൾ ആത്മാർത്ഥമായി ഇതിനൊക്കെ പ്രയത്നിക്കണം. മനസ്സിൻ്റെ ഈ കരിങ്കല്ല് ആയ അവസ്ഥ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാകണം. നമ്മുടെ ക്രൂരതകൾ കൊണ്ട് നമ്മൾ അന്യനെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്നേഹം നൽകിയിട്ട് അവരെ സന്തോഷിപ്പിക്കണം. അല്ലാതെ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു തരൂല. സാമൂഹ്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരവസ്ഥയാണ് നമ്മൾ പരലോകത്ത് കണ്ണീര് കുടിക്കുന്ന അവസ്ഥ. മറ്റുള്ളവരോട് കാണിച്ച ഇത്തരം അനീതികളാണ്. ഗീബത്ത് പറഞ്ഞത്, നമീമത്ത് പറഞ്ഞത് നമ്മൾ പൊറുപ്പിക്കാറുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പഴയ കാലത്ത് തെറ്റായി കണ്ടിരുന്ന സംഗതികൾ ഇപ്പൊ തെറ്റല്ല. ഇപ്പൊ ഈ വാട്സപ്പ് ഉള്ളത് കൊണ്ട്, ഫേസ്ബുക്ക് ഉള്ളത് കൊണ്ട്, ഇൻസ്റ്റഗ്രാം ഉള്ളത് കൊണ്ട്, സോഷ്യൽ മീഡിയ അക്കൗണ്ടിന്റെ ഉടമയായതുകൊണ്ട് ആരെക്കുറിച്ചും എന്തും പറയാലോ. ആരെക്കുറിച്ചും എന്തും പറയാം. അവരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ അവസരമില്ലാത്ത ആളുകളെ കുറിച്ച് പോലും, മഹാന്മാരായ ആളുകളെ കുറിച്ച് പോലും, മഹാപണ്ഡിതന്മാരെ കുറിച്ച് പോലും ഉളുപ്പില്ലാതെ ആളുകൾ ഗീബത്ത് പറയുന്നു, നമീമത്ത് പറയുന്നു, വ്യാജം പ്രചരിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാണ് നിങ്ങൾക്ക് അവരുമായിട്ട് അവരുടെ ഹക്ക് തിരിച്ചു കൊടുക്കാനാവുക? എന്നാണ് തിരിച്ചു കൊടുക്കാനാവുക? എവിടെ വെച്ചാണ് ഈ പാപം ഞാൻ തെറ്റ് ചെയ്തു പോയി നിങ്ങളോട്, അതുകൊണ്ട് എന്നോട് പൊറുക്കണം എന്ന് പറയാൻ അവസരമുണ്ടാവുക? വാട്സപ്പിലല്ലേ? അത് കുറ്റമാവൂല? കുറ്റമാവും. നിസ്സാരവൽക്കരിക്കുന്നു നമ്മൾ തെറ്റുകളെ. നന്നായി ഭയപ്പെട്ടോളൂ. ആ ഒരു യന്ത്രം നമ്മുടെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതാവരുത്. അത്യാവശ്യമാണ് ഇന്ന് ആ ഉപകരണം നമ്മുടെ കീശയിൽ. പക്ഷേ അതുവഴി മനുഷ്യൻ വല്ലാതെ കെട്ടുപോകുന്ന അവസ്ഥയുണ്ടാകാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് മേലിൽ ഇത്തരം ദുഷ്പ്രവൃത്തികൾ നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകരുത് എന്ന ദൃഢനിശ്ചയമുണ്ടാവുകയും സദാ സൽക്കർമ്മങ്ങൾ കൊണ്ട് മറ്റുള്ള ആളുകൾക്കിടയിൽ ജീവിക്കുകയും വേണം. ആളുകൾക്കിടയിൽ തന്നെ ജീവിക്കണം. ആളുകൾക്കിടയിൽ എന്തൊക്കെ ഉണ്ടാവുന്ന കരുതി കൊണ്ട് കരക്ക് കയറുന്നതിനെ ഇസ്ലാം എന്ന് വിളിക്കരുത്. ആളുകൾക്കിടയിൽ തന്നെ അൽ മുഅ്മിൻ الذي يخالط بين الناس ويصبر على أذاهم خير من المؤمن الذي لا يخالط بين الناس ولا يصبر على أذاهم. ആളുകൾക്കിടയിൽ ജീവിക്കുകയും അതുവഴി ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസിയാണ് അതൊന്നും ചെയ്യാത്തവനേക്കാൾ ഉത്തമം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അങ്ങനെയുള്ള നല്ല വിശ്വാസികളാവാൻ ശ്രമിക്കുക. അല്ലാഹു നമ്മെ തുറക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ വൽ അഖവാത്ത് ഊസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ ശിക്ഷകളെ ഭയന്ന് ചെയ്തുപോയ ദോഷങ്ങൾ പൊറുപ്പിച്ച് മരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടി മരണപ്പെട്ട് സ്വർഗത്തിലെത്താൻ ശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഒന്നുകൂടെ ഞാൻ ഉണർത്തുന്നു. ഇസ്തിഗ്ഫാർ, തൗബ, ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ ഷർത്തിൽപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, തിരിച്ചു പോവാതിരിക്കണമെന്ന്. തിരിച്ചു പോവാതിരിക്കണം എന്നല്ല പറഞ്ഞത്, ഇനി ഞാൻ തിരിച്ചു പോകില്ല എന്ന് തീരുമാനമെടുക്കണം. ഇപ്പോൾ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസമുണ്ട്. തിരിച്ച് പോകില്ല എന്നാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിച്ചവരും ചിലപ്പോൾ തിരിച്ചു പോയെന്ന് വരാം. അതാണ് മനുഷ്യൻ. വ്യത്യാസം എനിക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ തിരിച്ചു പോകില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നു, പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി. അതൊക്കെയാണ് അതിന് മലയാളം. എന്തായാലും നേരത്തെ പറഞ്ഞ കുല്ലു ഇബ്നു ആദമിൻ ഖത്താഊൻ എന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ
അയാൾ വീണ്ടും ആ തെറ്റിലേക്ക് പോയാലോ? അങ്ങനെ പോകാവുന്ന ചാൻസ് ഉണ്ടല്ലോ. അങ്ങനെ പോയാൽ പിന്നെ അയാൾക്ക് തൗബയുണ്ടാകുമോ? അതുകൊണ്ടാണ് ഞാൻ ആ 2 സെന്റൻസ് വിവേചിച്ച് പറയുന്നത്. പോകല എന്ന് തീരുമാനിക്കണം. തീരുമാനിച്ചു കഴിഞ്ഞാൽ ശേഷം വീണ്ടും പോയി എന്താണ് അവസ്ഥ? അതിനബ അബ്ദുൽ ദംബൻ ഫഖാല അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി. ഒരടിമ തെറ്റ് ചെയ്തു, അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, എൻ്റെ പാപം പുറത്തു തരണമേ തമ്പുരാനെ. ഫഖാല അല്ലാഹു തബാറക വതആല അദ്നബ അബ്ദി ദംബൻ ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ. അള്ളാഹു പറയും, എൻ്റെ അടിമ നോക്കൂ, തെറ്റ് ചെയ്ത, എന്നിട്ട് പാപം പുറത്തു കൊടുക്കുന്ന റബ്ബുണ്ട് ആ അടിമക്ക് എന്ന് അയാൾക്ക് ബോധ്യം വന്നു. ആ പാപം അള്ളാഹു ഏറ്റെടുക്കുന്നു, എന്നെ പുറത്തു കൊടുക്കുന്നു. പിന്നെ അതേ മനുഷ്യൻ അതേ തെറ്റിലേക്ക് വീണ്ടും പോകുന്നു. തെറ്റ് ചെയ്യുന്നു, ഇതേമാതിരി വീണ്ടും തൗബ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ സംഭവം പറയുന്നു. ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഗ്ഫിറു ബിദംബ്. രണ്ടാമത്തെ പ്രാവശ്യം അല്ലാഹു പുറത്തു കൊടുക്കുന്നു. മൂന്നാമത്തെ തവണയും അയാൾ തിരിച്ചു പോകുന്നു. മൂന്നാമത്തെ തവണയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നു എന്ന ഹദീസിൽ ഖദ് ഗഫർതു ലി അബ്ദി ഫല്യഫ്അൽ മാ ശാ മുത്തഫഖുൻ അലൈഹി ഹദീസാണത്. ഉണ്ടാവേണ്ടത് മനസ്സിനകത്ത് എനിക്ക് എൻ്റെ പാപങ്ങൾ പുറത്തു തരാനുള്ള ഒരു റബ്ബ് മുകളിലുണ്ട് എന്ന ബോധമാണ്. ആ ബോധം തെറ്റിലേക്ക് പോകുന്നതിനെ ആ മനസ്സ് തടഞ്ഞോളും. എന്നാലും ഈ ഹദീസ് നമ്മൾ പഠിക്കേണ്ടത്, എന്നിട്ട് ചേർത്ത് വായിക്കുക, കുല്ലു ഇബ്നു ആദമിൻ ഖത്താഊൻ. തെറ്റുകൾ സംഭവിക്കാം, അത്രമേൽ സൂക്ഷ്മത നമ്മൾ കാണിക്കണം എന്ന് പഠിപ്പിക്കാനാണ് ഈ ഹദീസ്. അല്ലാണ്ട് തെറ്റിങ്ങനെ ചെയ്ത് പിന്നെ എങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് പറയാനല്ല. അത്രമേൽ സൂക്ഷ്മതയോടുകൂടി വേണം നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ. ഇനി വീണ്ടും പേച്ചു പോയാലോ? അള്ളാഹുവോട് വീണ്ടും പറയണം. നിങ്ങൾ നോക്കുന്നുണ്ടോ, ഒരുപാട് ആളുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാ? ആ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള ന്യായമായി പൗരോഹിത്യം അവരെ പഠിപ്പിച്ചതെന്താ? നമ്മളെല്ലാം പാപികളാണ്, അതുകൊണ്ട് തന്നെ ആ പാപങ്ങളുമായി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നേരെ ചെന്നതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ ഒരുപാട് ഔലിയാക്കന്മാരും അതുപോലെ തന്നെ മൺമറഞ്ഞു പോയ മഹത്തുക്കളുമുണ്ട്. അവരോട് നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറയുക, അവർ അള്ളാഹുവോട് ശുപാർശ ചെയ്യും. ആ ശുപാർശ അള്ളാഹ് സ്വീകരിച്ച് നമ്മുടെ പാപങ്ങൾ പുറത്തു തരും എന്നല്ലേ? ഇതൊരു പേച്ച വിശ്വാസം. ആ പേച്ച വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നു ജാരോദ്യ ഹദീസ്. അങ്ങനെ ഒരിക്കലും ആവശ്യമില്ല. വല്ലദീ നഫ്സി ബിയദിഹി ലൗ ലം തുദ്നിബു ലദഹബല്ലാഹു ബികും വജാഅ ബിഖൗമിൻ യുദ്നിബൂൻ ഫയസ്തഗ്ഫിറൂന അല്ലാഹ തആല ഫയഗ്ഫിർ ലഹും. നിങ്ങൾ പാപം ചെയ്യാത്തൊരു വർഗമാണ് എല്ലാവരും കൂടി ആയിത്തീർന്നത് എന്ന് വിചാരിക്കുക. നിങ്ങൾ അള്ളാഹു ഈ ഭൂമുഖത്ത് നിന്ന് കൊണ്ടുപോകും. എന്നിട്ട് ഇവിടെ മറ്റൊരു ടീമിനെ കൊണ്ടുവരും. അവർ പാപം ചെയ്യുന്നവരും ഇസ്തിഗ്ഫാർ നടത്തുന്നവരുമാകും. ഇസ്തിഗ്ഫാർ നടത്തേണ്ട ആവശ്യമേ ഇല്ലാത്ത മലായിക്കുകളുടെ അവസ്ഥയിലേക്ക് മനുഷ്യൻ പോവുകയാണെങ്കിൽ അതില്ലാത്തൊരു ഇമ്പോസിബിൾ ആയ ഒരു കാര്യം അല്ലാഹു പറയാ. അങ്ങനെ സംഭവിച്ചു പോയാൽ ആ വർഗത്തെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കൂല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വർഗത്തെ കൊണ്ടുവന്ന് ഇസ്തിഗ്ഫാർ നടത്തുന്ന ഒരു ടീമിനെ അല്ലാഹുവിന് അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഇസ്തിഗ്ഫാർ നടത്തുക എന്നത്. ലൗലാ അന്നകും തുദ്നിബൂൻ ലഖലഖല്ലാഹു ഖൽഖൻ യുദ്നിബൂൻ ഫയസ്തഗ്ഫിറൂൻ ഫയഗ്ഫിർ ലഹും എന്നൊക്കെ അല്ലാഹു നമ്മോട് ഇങ്ങനെ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നറിയോ? പ്രധാനപ്പെട്ട സംഗതി ഇതിലെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭാഗത്തെ നമ്മൾ ശരിക്കും പഠിക്കണം. പാപികളായി പോയ മനുഷ്യൻ എത്രമേൽ പാപം ചെയ്ത ആളാണെങ്കിലും ഒരിക്കലും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അതാണ് ഇസ്ലാം മതം. മറ്റതൊക്കെ തെറ്റാ. ട്രാൻസ്ഫോർമറിൽ നിന്ന് നേരിട്ട് ട്രാൻസ്ഫോർമറില്ലാത്ത വലിയ ലൈനിൽ നിന്ന് നേരിട്ട് കറണ്ട് സ്വീകരിച്ചാൽ എന്നൊക്കെ പറയുന്ന അബദ്ധങ്ങളുണ്ടല്ലോ, അത് അബദ്ധം തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ഏറ്റവും പ്രധാനം നമ്മളുടെ വിശ്വാസമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഒരു ഹദീസ് കേൾക്കുക. അനസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. അള്ളാഹു പറയുന്നു, യബ്ന ആദം
ഇന്നക മാ ദഅൗതനി വറജൗതനി വഫർതു ലക മാ കാന ഫീക്. നീ തെറ്റുകൾ ചെയ്തു, എന്നിട്ട് എന്നോട് പ്രാർത്ഥിച്ചു, എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്തു? അതനുസരിച്ച് ഞാൻ നിനക്ക് പാപങ്ങൾ പുറത്തു തരും. ولا أبالي يا ابن آدم لو بلغت ذنوبك عنان السماء ثم استغفرتني غفرت لك ولا أبالي يا ابن آدم إنك لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. നല്ലോണം കേൾക്കേണ്ട ഒരു പരിഭാഷ എങ്ങനെയാണ്? അല്ലയോ മനുഷ്യ, നീ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന പക്ഷം ഞാൻ നിനക്ക് പുറത്തു തരും, എനിക്കത് പ്രശ്നമില്ല. നീ ഭൂമി നിറയെ തെറ്റുമായി എൻ്റെ അടുക്കൽ വരികയും എന്നിട്ട് അതിൽ ഒന്നും പങ്കു ചേർക്കാതെ ശിർക്ക് ചെയ്യാതെ നീ എൻ്റെ അടുത്ത് വരിക. ഈ ഭൂമി മുഴുക്കയുണ്ട് നിന്റെ തെറ്റ് എന്ന് വിചാരിച്ചോളൂ. എന്നാലും നിന്റെ പക്കത്തുനിന്ന് അള്ളാഹു അല്ലാത്ത അള്ളാഹുവിൻ്റെ അടിമകളെ ആരെയും, അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ആരെയും നീ അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടം നടത്താതെ, ഇസ്തിഹാസ നടത്താതെ, ദുആയിരക്കാതെ, ശിർക്ക് ചെയ്യാതെയാണ് നീ എൻ്റെ പക്കൽ അസ്തഗ്ഫിറുള്ളാഹുമായി വരുന്നത് എങ്കിൽ അത് മുഴുവനും ഞാൻ പുറത്തു തരും. ഇതാണ് അല്ലാഹ്. ആ കണ്ടീഷനാണ് പ്രശ്നം. ആ കണ്ടീഷൻ ശിർക്കുണ്ടാവരുത് എന്നാണ്. അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ആ ഒരു സംഗതിയായി ഇത് മാറുന്നത്. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി റമളാൻ അവസാനിക്കുന്നു, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തെ ഒന്നുകൂടി നമ്മളൊരു വിചാരണ നടത്തുക, ഒരു പരിശോധന നടത്തുക. എൻ്റെ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ആരോടെങ്കിലും വിളിച്ചു പ്രാർത്ഥന പോകുന്നുണ്ടോ, ഇസ്തിഗ്ഹാസ പോകുന്നുണ്ടോ? എങ്കിൽ ഞാൻ ഈ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇല്ലെങ്കിലോ ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടമുണ്ട്. ഞാൻ ചെയ്തു പോയ തെറ്റ് പോലും എനിക്ക് നന്മയായി മാറുന്ന പശ്ചാത്തലങ്ങൾ ഉണ്ടാകുമെന്നാണ്. ലൈലത്തുൽ ഖദർ അമലുകൾ കുറവാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്നൊരു തിരിച്ചറിവ് നമ്മൾക്കെല്ലാവർക്കും ഉണ്ട്. ആ അമലുകൾ കുറഞ്ഞു പോകുന്നവർക്കുള്ള പരിഹാരമാണ് 83 വർഷം അമൽ ചെയ്ത കൂലി ഒരൊറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാനാകും എന്നത്. ആ നമസ്കാരത്തിന്, ആ രാത്രി നമസ്കാരത്തിന്, ആ പ്രാർത്ഥനക്ക്, ആ ഖുർആൻ പാരായണത്തിന് ഒക്കെയും അങ്ങനെയുള്ള കൂലിയുണ്ട് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്കായി നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇനിയുള്ള രാവുകൾ, ഇനിയുള്ള രാപ്പകലുകൾ, അത് ഇന്നത്തെ ദിവസം കൂടിയാണ് കഴിഞ്ഞാൽ, പിന്നെ നാളെയും കൂടിയൊക്കെ കഴിഞ്ഞു കിട്ടിയാൽ പിന്നെ ഒരു തരം പെരുന്നാളിൻ്റെ മൂടിലേക്ക് മനുഷ്യനിങ്ങനെ അറിയാതെ ചാടിപ്പോകുന്നൊരു പശ്ചാത്തലമുണ്ട്. ചാടുന്നവർ ചാടട്ടെ. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ ശവ്വാലിൻ്റെ അമ്പിളി കാണുന്നത് വരെ ഈ ഒരവസ്ഥയിൽ പോകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. റമളാനിൽ നമ്മുടെ അവസാനത്തെ ഞായറാഴ്ച നസീറുദ്ദീൻ റഹ്മാനി സംസാരിക്കുന്നു. സ്കൂളിൽ കഴിയുന്നത്ര ആളുകൾ അതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ ആളുകൾക്ക് വേണ്ടിയുള്ള കലക്ഷനാണ് നടത്തുന്നത്. എല്ലാ റമളാനിലും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരണമൊന്നും ഇപ്പോൾ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. അത് നിങ്ങളതിൻ്റെ ഒരു നിലവിലേക്ക് മനസ്സിലാക്കുക, അതിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നന്നായിട്ട് ആ ഇന്നത്തെ പിരിവിനോട് സഹകരിക്കണം എന്ന് ഞാൻ വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. പള്ളിയിൽ നമ്മൾ നേരത്തെ ഈ റമളാൻ വന്നപ്പോൾ അനൗൺസ് ചെയ്തിരുന്ന പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ഈസിയായി, യാതൊരു വിഷമവും കൂടാതെ ആ സോളാറിൻ്റെ പ്രോജക്റ്റ് നമ്മൾ വിജയിപ്പിച്ചെടുത്തു. നമുക്കതിന് സാധിച്ചെടുത്തു. അതിൻ്റെ കണക്ഷനും ലഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നിയ്യത്ത് വെച്ച, ഇതിനോട് സഹകരിച്ച, ഇനിയും സഹകരിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാന്യമായ, സന്തുഷ്ടമായ ഒരു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ സ്ത്രീകളുടെ ഭാഗത്ത് ഏറെക്കുറെ എല്ലാ പള്ളികളിലും അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുന്ന എന്തോ ഒരു സ്വയം പര്യാപ്തത ഈ ആളുകൾക്ക് വന്ന പോലെ തന്നെ ഇവിടെയും അവരുടെ ഭാഗത്ത് 2 AC അവർ നമ്മളോടൊന്നും പറയാതെ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പല പള്ളികളിൽ നമ്മൾ കാണുന്നത്. അതിന് ഒരു നേതൃത്വം നൽകിയവർക്കും അതിനോട് സഹകരിച്ചവർക്കും ആ ഒരു ചിന്ത ഉണ്ടാക്കി കൊണ്ടുവന്നവർക്കുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല
അതിന് അർഹമായ കൂലി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ഫിത്ർ സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നോമ്പിലൊക്കെ വന്നു പോയ വീഴ്ചകൾ ഉണ്ടാകും. നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണത്. ഉണ്ടാവാമെന്നല്ല, ഉണ്ടാവും, ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ തീരുമാനിക്കുകയും അതിൻ്റെ പരിഹാരം എന്ന നിലയിൽ ഒരാൾക്ക് കണക്കാക്കിയ 95 രൂപയാണ് കണക്കാക്കിയത്. ആ കാശ് ഇന്ന്, നാളെ, മറ്റന്നാൾ ഇശായിന് തറാവീക്ക് വരുന്ന ആ സമയം വരെ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ കാട്ടുങ്ങൽ മുഹമ്മദ് കുട്ടി സാഹിബാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹവുമായി ആ ഇടപാടുകളൊക്കെ തീർക്കണം എന്ന് അപ്പോഴേ നമുക്ക് ഈ പെരുന്നാൾ ആഘോഷിക്കുവാനുള്ള ഒരു അർഹത ഉണ്ടാവൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. പാവങ്ങളുടെ വീടുകളിൽ പട്ടിണി ഇല്ലാതെയാക്കാനാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ കഴിയാത്ത ആളുകളൊക്കെ വളരെ വിരളമാണ് മഹല്ലുകളിൽ. അപ്പോൾ നമ്മൾ കുറച്ച് മുതലാളിമാർ കൊടുക്കട്ടെ എന്ന പഴയ കാലമൊക്കെ മാറി. പണ്ടങ്ങനെയായിരുന്നു. ആ കാലമൊക്കെ മാറിയിട്ട് ഇപ്പോൾ നല്ലൊരവസ്ഥയിലാണുള്ളത്. മാക്സിമം ആളുകൾ അതുമായി സഹകരിക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ